കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത തികച്ചും അസാധാരണവും നാടകീയവുമായ ഒരു രാഷ്ട്രീയ അധ്യായത്തിനാണ് ഇന്ന് തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ 11 മണിക്ക് വിയ്യൂർ ജയിലിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് നടക്കുക. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മാധ്യമങ്ങൾക്ക് പോലും പരിമിതമായ അനുമതിയോടെ മാത്രമാണ് ജയിലിനുള്ളിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സത്യപ്രതിജ്ഞ ഇത്രയധികം ചർച്ചയാകുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20ാം വാർഡിൽ നിന്നുമുള്ള BJP കൗൺസിലറാണ് ആർ സുഗതൻ. ചട്ടവിരുദ്ധമായിട്ട് ഒന്നിലധികം ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ കൗൺസിലർ സ്ഥാനം നേരത്തെ തന്നെ ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ജൂൺ 9 മുതൽ കാപ്പ ചുമത്തി ഇയാളെ നാടുകടത്തുകയും തുടർന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നത്. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സമയപരിധി അവസാനിക്കാറായ സാഹചര്യത്തിലാണ് വിഷയം കോടതിയിലേക്ക് എത്തുന്നത്. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം നിലനിർത്താൻ BJPക്ക് ഈ ഒരു വോട്ട് നിർണായകമായിരുന്നു. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ കോർപ്പറേഷനിലെ BJP ഭരണം തന്നെ പ്രതിസന്ധിയിലാകുമെന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെയുള്ളത്. ഈ ഒരു സീറ്റ് നഷ്ടപ്പെട്ടാൽ കോർപ്പറേഷൻ ഭരണം തന്നെ അട്ടിമറിക്കപ്പെടുമെന്ന ഭയത്തിലായിരുന്നു BJP ക്യാമ്പ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് ഹൈക്കോടതിയുടെ ചരിത്രപരമായ ഇടപെടൽ ഉണ്ടാകുന്നത്. കേസ് പരിഗണിക്കവേ ഹൈക്കോടതി സർക്കാരിനോട് വളരെ നിർണായകമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. സുഗതനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എന്ന കാര്യം മറക്കരുത്. ജനാധിപത്യത്തിൽ ജനവിധി മാനിക്കപ്പെടണം എന്നായിരുന്നു കോടതിയുടെ പ്രധാന നിരീക്ഷണം. മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് മുൻപുള്ള കേസുകളുടെ പേരിലല്ലേ ഇപ്പോൾ കാപ്പ ചുമത്തിയിരിക്കുന്നതെന്നും കോടതി ചോദിച്ചു. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനങ്ങൾ എടുക്കാൻ കോടതിക്ക് അധികാരമുണ്ടെന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നത് കോടതിയുടെ കടമയാണെന്നും ജസ്റ്റിസ് വ്യക്തമാക്കി. തുടക്കത്തിൽ കാപ്പ തടവുകാരന് ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇല്ല എന്ന് വാദിച്ച UDF സർക്കാർ കോടതി കർശന നിർദ്ദേശം നൽകിയാൽ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സൗകര്യമൊരുക്കാമെന്ന് ഒടുവിൽ സമ്മതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ജയിലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സൂപ്രണ്ടിന്റെ മുറി ഒരു സത്യപ്രതിജ്ഞാ വേദിയായിട്ട് മാറുന്നത്. ഇത് കേരളത്തിൽ ആദ്യത്തെ സംഭവമാണെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ സമാനമായ ചില അസാധാരണ സംഭവങ്ങൾ മുൻപും ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ജയിലിൽ കിടന്ന തിരഞ്ഞെടുപ്പിൽ ജയിച്ചവരും ജയിലിൽ നിന്നും വന്ന സത്യപ്രതിജ്ഞ ചെയ്തവരും ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിലുണ്ട്. ഏറ്റവും പ്രശസ്തമായ ഒന്ന് 1977 അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു. പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ബറോഡ ബോംബ് കേസിൽ ജയിലിൽ കിടന്നുകൊണ്ടാണ് ബീഹാറിലെ മുസാഫ്പൂരിൽ നിന്നും മത്സരിച്ചതും ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും. ജയിൽ മോചിതനായ അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് പിന്നീട് സത്യപ്രതിജ്ഞ ചെയ്തു. സമീപകാല ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ആസാമിലെ കർഷക നേതാവായ അഖിൽ ഗഗോയ് UPA കേസിൽ ജയിലിൽ കിടന്നതിനിടയിലാണ് 2021 ആസാം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് പ്രത്യേക കോടതിയുടെ അനുമതിയോടെ കടുത്ത പോലീസ് കാവലിലായിരുന്നു ഇദ്ദേഹം ജയിലിൽ നിന്നും ആസാം നിയമസഭയിലെത്തി MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. ചടങ്ങിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും ജയിലിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇതുപോലെ തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ കിടന്ന് മത്സരിച്ച് വിജയിച്ച അമൃത്പാൽ സിംഗും റാഷിദ് എഞ്ചിനീയർ എന്നിവരും പിന്നീട് കോടതിയുടെ പ്രത്യേക അനുമതിയോടെ കനത്ത സുരക്ഷാ വലയത്തിൽ പാർലമെന്റിലെത്തി MP-മാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ ഈ സംഭവങ്ങളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ജനപ്രതിനിധിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ജയിലിനുള്ളിലേക്ക് തന്നെ ഔദ്യോഗിക സംവിധാനങ്ങൾ എത്തുന്ന കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ ഇതാദ്യമാണ്. ജനാധിപത്യത്തിലെ ജനവിധിയുടെ പ്രാധാന്യവും അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ള ജനപ്രതിനിധികൾ സൃഷ്ടിക്കുന്ന സങ്കീർണമായ നിയമപ്രശ്നങ്ങളും ഒരുപോലെ ചർച്ചയാകുന്ന ഒന്നാണ് വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇന്ന് നടക്കുന്നത്. നിയമവും രാഷ്ട്രീയവും നേർക്കുനേർ പോരാടിയ ഈ കേസിൽ കോടതിയുടെ ഇടപെടലിലൂടെ BJPക്ക് താൽക്കാലികമായി ആശ്വസിക്കാമെങ്കിലും ഒരു കാപ്പ പ്രതി ജയിലിനുള്ളിൽ വെച്ച ജനപ്രതിനിധിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേരളീയ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്.